മെട്രിസസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഇസ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ആൻഡ് സിമ്പിൾസ് ഇൻ റോസ് ആൻഡ് കോളംസ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മെട്രിക്സിനെ എ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഡിനോട്ട് ചെയ്യുക. ABCD എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഒരു മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട് എന്നുള്ളതിന് നമ്മളതിൻ്റെ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു ജനറലായിട്ട് ഞാൻ ഒരു മെട്രിക്സിനെ എങ്ങനെ എഴുതാറ്? A11, A12, A13 ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സിനെ എഴുതാറ്. അതിൻ്റെ ഓരോന്നിനും ഓരോ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ A21, A22, A23 ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് എഴുതി അല്ലേ? അപ്പോൾ ഈ മെട്രിക്സിൽ ഓരോ സ്ഥാനവും പ്രത്യേകതയാണ്. അതായത് A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെയും എലിമെൻ്റ് ആണ്. ആൻഡ് A12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോവും സെക്കൻഡ് കോളത്തിലും വരുന്ന എലിമെൻ്റ് ആണ്. അപ്പോൾ ഓരോന്നിൻ്റെ പൊസിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഇവിടെ 2 റോസും ആണ് ഉള്ളത് ആൻഡ് 3 കോളംസും ഉണ്ട്. ദിസ് ഇസ് എ 2/3 മെട്രിക്സ്. ഇതിൽ എത്ര എലിമെൻറ്റ്സ് ആണുള്ളത്? ഒരു 2/3 മെട്രിക്സിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും? 2 × 3 അതായത് 6 എലിമെൻറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ആൻഡ് ഒരു മെട്രിക്സിനെ നമ്മൾ ജനറൽ ആയിട്ടുണ്ടല്ലോ AIJ ഒരൊറ്റ ഇങ്ങനെ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. AIJ എന്ന് എഴുതാം. I കാണിക്കുന്നത് അതിൻ്റെ റോ നമ്പറും J കാണിക്കുന്നത് അതിൻ്റെ കോളം നമ്പറും. അപ്പോൾ ഇവിടെ ഈ കേസിൽ I ഏതൊക്കെ ആവാം വാല്യൂസ്? റോ നമ്പർ എത്രയൊക്കെ ആവാം? 1ഉം 2ഉം. J എന്ന് പറയുന്നത് രണ്ടാമത് എഴുതിയത് അല്ലേ, കോളം നമ്പറാണ്, അത് 3 ആവും. ഈ കേസിൽ I is equal to 1,2. റോ നമ്പർ 2 റോസ് ആണുള്ളത്. J എന്ന് പറയുന്നത് രണ്ടാമത് എഴുതിയത് ഏതൊക്കെ നമ്പേഴ്സ് ആയിട്ടുണ്ട്? 3 നമ്പേഴ്സ് വരെ എഴുതാം. 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പം ഇങ്ങനെയും ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാം. അപ്പം ഇത്ര കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി അത് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. Given a matrix A is equal to 2, 4, -6, 3, 2, 0. Write the order of the matrix, number of elements, and identify the elements A12, A21, A23 and A13. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമ്മൾ ആ മെട്രിക്സ് നമുക്ക് എഴുതാം. A എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ എഴുതുന്നു. ഏതൊക്കെയാണ്? 2, 4, -6, 3, 2, 0. ഇതാണ് നമ്മളെ മെട്രിക്സ്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഈ മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട് നോക്കുക. എത്ര റോസ് ആണുള്ളത്? 2 റോസ്. ആൻഡ് എത്ര കോളംസ് ആണ് ഇവിടെ ഉള്ളത്? 3 കോളംസ്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? 2 റോസ്. 2 റോസ് ഉണ്ട് ബൈ. അപ്പോൾ നമ്മൾ ഇൻറ്റു എന്ന് എഴുതി ഇവിടെ അല്ലേ? ആൻഡ് 3 കോളംസ്. അപ്പോൾ ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ് ഇസ് 2/3. ഇറ്റ്സ് എ 2/3 മെട്രിക്സ്. എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇസ് ഈക്വൽ ടു 2 × 3 എലിമെൻറ്റ്സ് ആണ് ഉണ്ടാവുക അല്ലേ? 2 റോസും 3 കോളംസും ആകുമ്പോൾ ആകെ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും? 6 എലിമെൻറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ പാർട്ട് നമ്മൾ ചെയ്തു. ഇനി അടുത്തത് ഓരോ എലിമെൻറ്റുകളെയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. A12 ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലുള്ള എലിമെൻറ്റ്. A21 2 കാണിക്കുന്ന റോ നമ്പറാണ്. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അതുമാതിരി A23 പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് റോ തേർഡ് കോളം. ആൻഡ് A13 ഈസ് ഫസ്റ്റ് റോ തേർഡ് കോളം. അപ്പോൾ നമുക്ക് ഇതിനെ ജനറലായിട്ട് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതുക? A11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. സെക്കൻഡ് നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടാവും? സെക്കൻഡ് എലിമെൻറ്റ് കാണിക്കുന്നത് A12. തേർഡ് എലിമെൻറ്റ് ഇസ് A13. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് റോൻ്റെ എലിമെൻറ്റ്സിനെ 1 ആണ് തുടങ്ങുക. A11, A12 ആൻഡ് A13. സെക്കൻഡ് റോയിലെ എലിമെൻറ്റ് 2ൽ തുടങ്ങുന്നു. A21, A22, A23. അപ്പോൾ ഈ മെട്രിക്സിനെ നമ്മൾ ഇങ്ങനെയാണ് ശരിക്ക് അതിൻ്റെ ഓരോ പൊസിഷൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ജനറലായിട്ട് അതിൻ്റെ എലിമെൻറ്റ്സിനെ എഴുതുന്നത്. അപ്പോൾ എനിക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് A12? A12 എന്ന് പറഞ്ഞ എലിമെൻറ്റ് എന്താണ്? ഇവിടെ എന്താണ് A12? 4 ആണ്. ഹിയർ A12 ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് കോളം. 1, 2 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇതാണ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ദ എലിമെൻറ്റ് ഇസ് 4. അതുമാതിരി അടുത്ത എലിമെൻറ്റ് നമുക്ക് എഴുതാലോ. വാട്ട് ഈസ് A21? അപ്പോൾ A21 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് സെക്കൻഡ് റോ അല്ലേ? ആൻഡ് ഫസ്റ്റ് കോളം.
This is A21 and here the element is 3. അപ്പോൾ A21 is equal to 3. നമുക്കിനി വേണ്ടത് A23 ആണ്. സെക്കൻഡ് റോ ആൻഡ് തേർഡ് കോളം. സെക്കൻഡ് റോ തേർഡ് കോളം. A23 ഇവിടെ എന്താണുള്ളത്? 0 ആണ്. അപ്പോൾ A23 is equal to 0. ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് A13 ആണ്. A1 അതായത് ഫസ്റ്റ് റോ ആൻഡ് തേർഡ് കോളം. വാട്ട് ഈസ് A13? A13 is equal to -6. അപ്പോൾ ഓരോ എലിമെൻറ്റിൻ്റെയും പൊസിഷൻ കൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് നോക്കിയിട്ടാണ് ഓരോ എലിമെൻ്റ് ഏതാന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഓരോ എലിമെൻറ്റിനെയും നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് a 2x2 matrix A is equal to Aij whose elements are Aij is equal to I plus j. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കണം. അതിൻ്റെ ഓർഡർ എന്താണ്? 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ 2 റോസും ഉണ്ട് 2 കോളംസും ഉള്ള ഒരു മെട്രിക്സിനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവർ ജനറലായിട്ട് ആ മെട്രിക്സ് എങ്ങനെ ഉണ്ടാവും നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ 2 റോസും 2 കോളംസും ഉള്ളൊരു മെട്രിക്സിനെ നമ്മൾ എങ്ങനെ എഴുതും? A11 A12 ഫസ്റ്റ് റോ എഴുതി. സെക്കൻഡ് റോ A21 ആൻഡ് A22. ദിസ് ഈസ് എ 2x2 മെട്രിക്സ്. 2 റോസും 2 കോളംസും ഉള്ളൊരു മെട്രിക്സിനെ നമ്മൾ ജനറലായിട്ട് എങ്ങനെയാണ് എഴുതുക? അതിൻ്റെ പൊസിഷൻ കൂടി കാണിച്ചിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? അപ്പോൾ ഇവിടെ നമ്മളിങ്ങനത്തെ Aij എന്ന് പറഞ്ഞ് ജനറലായിട്ടുള്ള ഇങ്ങനെ മെട്രിക്സിലത്തെ ഓരോ എലിമെൻസും എങ്ങനെ ഉണ്ടാവും എന്നാണ് ഇവർ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിൽ Aij എന്ന് പറഞ്ഞാൽ I പ്ലസ് ജെ, അതായത് ഓരോ എലിമെൻറ്റും എന്ന് പറഞ്ഞാൽ അതിലത്തെ റോ നമ്പർ പ്ലസ് കോളൻ നമ്പർ കൂട്ടിയതാണ്. അതാണ് ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ A11 എന്ന് പറഞ്ഞ എലിമെൻ്റ് എന്തായിരിക്കും? 1 ഇവിടെ ഐൻ്റെ സ്ഥാനത്ത് 1 ആണ്, ജെയുടെ സ്ഥാനത്ത് 1 ആണ് അല്ലേ. അപ്പോൾ Aijയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ വരാൻ പോകുന്നത്? A11. അപ്പോൾ ദ എലിമെൻറ്റ് വിൽ ബി 1 + 1 1 + 1. അതാണ് ഫസ്റ്റ് എലിമെൻറ്റ്. അപ്പോൾ രണ്ടാമത്തെ എലിമെൻറ്റ് നോക്കുക A12. A12 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് എലിമെൻറ്റ് ഇസ് 1, സെക്കൻഡ് എലിമെൻറ്റ് അത് റോ നമ്പർ അല്ല 2 ആണ്. അപ്പോൾ 1 + 2. ഈ എലിമെൻറ്റ് 1 + 2 ആയിരിക്കും. അതുമാതിരി അടുത്ത എലിമെൻ്റ് ഏതാണ്? A21. അപ്പോൾ 2 + 1 2 + 1 ആൻഡ് ദ ഫോർത്ത് എലിമെൻറ്റ് ഇസ് A22 അല്ലേ. അപ്പം റോ നമ്പർ പ്ലസ് കോളൻ നമ്പർ. അപ്പോൾ ഈ മെട്രിക്സ് നമ്മൾ എങ്ങനെയാണ്, ആ മെട്രിക്സിൻ്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു? ഓരോ സ്ഥാനത്തുള്ള എലിമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോ നമ്പർ പ്ലസ് കോളൻ നമ്പറാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ദ മെട്രിക്സ് ഇസ് 1 + 1. അപ്പോൾ 2i, ഇവിടെ 3i, again 3 and 4. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയത്. അതുമാതിരി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ Aij ഇതൊരു 2x2 മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 2x2 മെട്രിക്സ് നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടാവും? A11 A12 A21 A22 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓരോ എലിമെൻറ്റിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇവിടുത്തെ Aij എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലിമെൻറ്റ് വരികയാണെങ്കിൽ അതിന് നമ്മൾ എങ്ങനെ എഴുതാൻ പറയുന്നത്? I + j ² 2. ഐയും ജെയും റോ നമ്പറും കോളൻ നമ്പറുമാണ്. അപ്പോൾ അടുത്ത അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാം A is equal to അല്ലേ I + j ² 2. ഇവിടെ I എന്താണ്? 1 ആണ്. j എന്താണ്? 1 ആണ്. അപ്പോൾ I + j ² / 2. അതാണ് A11 എന്ന് പറഞ്ഞ എലിമെൻ്റ് ഏതാണ്? I + j ² 2. അപ്പോൾ ഇവിടെ വരുമ്പോഴോ A12 എന്ന് പറയുന്ന എലിമെൻ്റ് എന്തായിരിക്കും? ഐൻ്റെ സ്ഥാനത്ത് 1, ജെയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ 1 + 2 ² / 2. ഇനി അടുത്ത എലിമെൻറ്റിലേക്ക് വരാം. A21 ഐൻ്റെ സ്ഥാനത്ത് 2, ജെയുടെ സ്ഥാനത്ത് 1. അപ്പോൾ I + j ² / 2. ആൻഡ് A22 വരുമ്പം ഐൻ്റെ സ്ഥാനത്തും 2, ജെയുടെ സ്ഥാനത്തും 2. 2 + 2 ² / 2. അപ്പം ഇങ്ങനെയാണ് നമുക്ക് എലിമെൻറ്റ്സ് കിട്ടുന്നത്. നമ്മിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് 1 + 1 ² / 2 ആണ് അല്ലേ. അപ്പോൾ ദിസ് ഇസ് 2² / 2 എന്ന് വരുന്നു, വിച്ച് ഇസ്
1 plus 2 whole square, that is 3 square divided by 2. 3 square എന്ന് പറഞ്ഞാൽ 9/2. അതുമാതിരി ഇവിടെയും 2 plus 1 3 square by 2, which is again 9/2. ഇവിടെ വരുമ്പോഴോ 2 plus 2 the whole square, 4 square by 2, that is 16/2 വരും, 8 വരും. ഇങ്ങനെയാണ് നമ്മളിവിടെ എലിമെൻസിനെ എഴുതുന്നത്. ഓക്കെ, മാതിരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒരു 3/4 മെട്രിക്സ് ആണ്. അവിടുത്തെ എലിമെൻസിൻ്റെ പാറ്റേൺ എന്താണ്? Aij is equal to 2i minus j. അപ്പോൾ ijth എലിമെൻറ്റ് ഇതിങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു 3/4 മെട്രിക്സ് ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ അത് ആദ്യം എഴുതാം. 3/4 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 റോസ് ഉണ്ടാവും അല്ലേ, 3 റോസും ഉണ്ടാവും. എത്ര കോളംസുമാണ് ഉണ്ടാവാൻ പോകുന്നത്? 4 കോളംസുമുള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് എലിമെൻ്റ് ഏതായിരിക്കും? A11, A12, A13, A14. സെക്കൻഡ് റോ A21, A22, A23 ആൻഡ് A24. സെക്കൻഡ് റോ. ആൻഡ് തേർഡ് റോ എങ്ങനെയുണ്ടാവുക? A31, A32, A33, A34. ഒരു 3/4 മെട്രിക്സ് ജനറലായിട്ട് എങ്ങനെയുണ്ടാവും നമ്മൾ ആദ്യം ഇവിടെ കണ്ടുപിടിച്ചു. ദിസ് ഇസ് എ 3/4 മെട്രിക്സ്. അപ്പോൾ ഇവിടെയുള്ള ഓരോ എലിമെൻറ്റിൻ്റെയും പാറ്റേൺ എങ്ങനെയാണ്? ijth എലിമെൻറ്റുകൾ എങ്ങനെയാണ് വരുന്നത്? 2i, അതായത് 2 ഇൻറ്റു റോ നമ്പർ മൈനസ് ജെ ദ കോളം നമ്പർ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു A11 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2 ഇൻറ്റു ഐൻ്റെ സ്ഥാനത്ത് 1 ആണ്. 2 ഇൻറ്റു 1 മൈനസ് കോളം നമ്പർ ഇസ് 1. 2 ഇൻറ്റു 1 മൈനസ് 1. സെക്കൻഡ് എലിമെൻറ്റിൽ ഐൻ്റെ സ്ഥാനത്ത് 1, ജെയുടെ സ്ഥാനത്ത് 2 ആണ്. 2 ഇൻറ്റു 1 മൈനസ് 2. ഇവിടെ ഐൻ്റെ സ്ഥാനത്ത് എന്താണ്? ഐൻ്റെ സ്ഥാനത്ത് 1 ആണ്, ജെയുടെ സ്ഥാനത്ത് 3 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഐ, 2 ഇൻറ്റു 1 മൈനസ് ജെ, ദിറ്റ് ഇസ് 3. ഇവിടെ വരുമ്പോൾ 2 ഇൻറ്റു 1 മൈനസ് 4. അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ എഴുതി. അതേമാതിരി സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ ഐയുടെ സ്ഥാനത്ത് 2, ജെയുടെ സ്ഥാനത്ത് 1. അപ്പോൾ 2 ഇൻറ്റു 2 മൈനസ് 1. അടുത്തത് വരുമ്പോൾ 2 ഇൻറ്റു 2 മൈനസ് 2. ഇവിടെ 2 ഇൻറ്റു 2 മൈനസ് 3. നെക്സ്റ്റ് ഇസ് 2 ഇൻറ്റു 2 മൈനസ് 4. ഓരോ ഐയും ജെയും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് 2i മൈനസ് ജെ എന്ന് എഴുതുക. ഇവിടെ വരുമ്പോൾ A31, 2 ഇൻറ്റു 3, ഐൻ്റെ സ്ഥാനത്ത് 3, ജെയുടെ സ്ഥാനത്ത് 1 ആണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 3 മൈനസ് 1. ഇവിടെ വരുമ്പോൾ 2 ഇൻറ്റു 3 മൈനസ് 2, 2 ഇൻറ്റു 3 മൈനസ് 3. ദിസ് ഈസ് 2 ഇൻറ്റു 3 മൈനസ് 4. ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ ഉണ്ടാവുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എഴുതി നോക്കാം. 2 ഇൻറ്റു 1 ഇസ് 2, 2 മൈനസ് 1, 1. ഇവിടെ 2 മൈനസ് 2 വരുന്നു. ഇവിടെ 2 മൈനസ് 3 വരുന്നു, മൈനസ് 1. ഇവിടെ 2 മൈനസ് 4 വരുന്നു, ദറ്റ് ഇസ് മൈനസ് 2. അടുത്ത റോയിലേക്ക് പോകുമ്പോൾ 2 ഇൻറ്റു 2 4, 4 മൈനസ് 1 അല്ലേ, 3. 4 മൈനസ് 2, 4 മൈനസ് 3. ഇവിടെ 4 മൈനസ് 4. അടുത്തത് വരുമ്പം ഇവിടെ 2 ഇൻറ്റു 3 6 മൈനസ് 1. ഇവിടെ 6 മൈനസ് 2. ഇവിടെ 6 മൈനസ് 3 ആൻഡ് 6 മൈനസ് 4. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ജനറൽ ആയിട്ട് ഇവിടെ എലിമെൻസിനെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ.